ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. സൂരജ് സർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും പുതിയൊരു വീക്കിലേക്ക് നമ്മൾ കിടക്കുന്നു. പുതിയൊരു ട്രേഡിംഗ് ഡേ ആണ്. ധാരാളം കാര്യങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസങ്ങളിൽ GDP കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. നാലാം പാദത്തിൽ GDP വളർച്ച 7.4% ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഓട്ടോ സെയിൽസ് നമ്പേഴ്സ് വന്നിരുന്നു. മിക്സഡ് ആയിട്ടുള്ള കണക്കുകളാണ് പല കമ്പനികളും പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു ആഴ്ചയിലെ അവസാന ദിനം RBIയുടെ MPC ആണ് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു തേർഡ് കോൺസിക്യൂട്ടീവ് റേറ്റ് കട്ടിലേക്കുള്ള സാധ്യതകളാണ് പല അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഒരു പിടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വീക്ക് എന്ന് തന്നെ പറയാം. സർ, മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആഴ്ചയിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, ഇതൊരു പുതിയ മാസം അല്ലേ, ഒരു ലവ്ലി ജൂണിലേക്ക് നമ്മൾ കടന്നിരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ജൂൺ 2 ആണ്. ഇന്ന് മുതൽ കേരളത്തിൽ നമ്മുടെ ചുറ്റുമുള്ള സ്കൂളുകളൊക്കെ തുറന്നു. എല്ലാ കുട്ടികളുടെയും കരച്ചിലും സന്തോഷവും ഒക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാവുന്നുള്ളത് ഒരു വശത്തൂടെ മുന്നോട്ട് പോകുന്നു. മൺസൂൺ ശക്തമായി തന്നെ ഏതാണ്ട് കേരളത്തിലും അതുമാത്രമല്ല ഇന്ത്യയിലെ പല പാർട്സിലും നന്നായി തന്നെ പോകുന്നു എന്നുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു വശം. അതൊരു വശത്തോടി. രണ്ടാമത് നമ്മുടെ IPL ഈ പറയുന്ന പോലെ ഒരു ക്ലോസിലേക്ക് വരികയാണ്. ഫൈനലി പഞ്ചാബ് വേഴ്സസ് ബാംഗ്ലൂർ ഫൈനൽസായി 2 ന്യൂ ഫൈനലിസ്റ്റുകളാണ് IPLന്റെ ചരിത്രത്തിലേക്ക് വന്നത്. അത് ഉടനെ തന്നെ അതിൻ്റെ ഫൈനൽസിലേക്കുള്ള ഒരു മാച്ച് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അത് കൂടാതെ തന്നെ ഇന്ത്യക്ക് പ്രൗഡ് മൊമെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗുകേഷ് ചെസ്സിൽ ഈ മാഗ്നസിനെ തോൽപ്പിച്ച നോർവേ ചെസ് ടൂർണമെൻറ്റിൽ അതൊരു ഫെൻറ്റാസ്റ്റിക് കളിയായിരുന്നു. ഏതാണ്ട് ഒരു 6 റൗണ്ട്സ് വളരെ ടെൻഷൻ പിടിച്ച ഒരു കളിയിൽ വളരെ താന്ന് നിന്ന സ്ഥലത്ത് നിന്ന് അത് തിരിച്ചു വന്ന് ഗുകേഷ് വിൻ ചെയ്യാന്ന് പറഞ്ഞൊരു പ്രൗഡ് മൊമെൻ്റായി. അതിൽ മാഗ്നസ് ദേഷ്യം വന്ന് മേശപ്പുറത്ത് ഇടിച്ചിട്ടാണ് പോയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ഫെൻറ്റാസ്റ്റിക് പെർഫോമൻസ്. ഇങ്ങനത്തെ കുറച്ച് നല്ല ന്യൂസുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ബട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ നമ്മൾ ഒരു വേർഡ് ഓഫ് കോഷൻ നമ്മൾ കൊടുത്തിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഈ ടാരിഫിനെ കുറിച്ചുള്ള ഗുഡ് ന്യൂസുകളുണ്ടല്ലോ. അതായത് ടാരിഫിൽ റിലാക്സേഷൻ വന്നു, 90 ഡേയ്സിൻ്റെ മൊറട്ടോറിയം വന്നു, അല്ലെങ്കിൽ നെഗോസിയേഷൻ ഡീൽസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിൻ്റെയൊക്കെ ഗുഡ് ന്യൂസിൻ്റെ പീക്കായി. ഇനി അങ്ങോട്ട് ഏതാണ്ട് നമ്മൾ ഈ ജൂൺ 6 കൂടിയാണ് നമ്മുടെ 90 ഡേയ്സ് മൊറട്ടോറിയം വരുന്നത്. ബട്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചെറുതായിട്ട് നെഗറ്റീവ് ന്യൂസസ് വന്നേക്കാം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് ഒരു ഫ്ലക്ച്വേഷൻസ് കൂടിയ ഒരു മന്ത് ആയിരിക്കാം ജൂൺ എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാവുന്ന ഒരു കാര്യം. അതിനകത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഈ വീക്കെൻഡ് നടന്ന ഒരു ന്യൂസ് പറഞ്ഞാൽ ട്രംപ് ചൈനയെ അക്യൂസ് ചെയ്യായിരുന്നു. അതായത് അവർ ജനീവയിൽ നടന്ന ആ ഡീലിനെ വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. ജനീവയിൽ ഒരു ഡീല് നടന്നിട്ടില്ല. അതായത് അവർ രണ്ടുപേരും കൂടെ ഒരു സംസാരിക്കാം, അക്രോസ് ദ ടേബിൾ നമുക്ക് ഒരു ഡിസ്കഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡീല് വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ചൈന അതിനെ നിരസിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ വീക്കിൽ പ്രസിഡന്റിൻ്റെ അടുത്ത്, ചൈനീസ് പ്രസിഡന്റ് അടുത്ത് ഞാൻ സംസാരിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നു ട്രംപ്. അദ്ദേഹം തന്നെ 2 വശവും പറയുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് കൂടാതെ തന്നെ ട്രംപ് പൊടുന്നനെ തന്നെ ഈ സ്റ്റീലിനും അലൂമിനിയത്തിനും ഉള്ള ഒരു ടാരിഫ് ഡബിൾ ചെയ്തേക്കുന്നു. അതായത് 25% നിന്ന് 50% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്. ദാറ്റ് ഹാസ് നോട്ട് ഗോൺ ഡൗൺ വെൽ വിത്ത് യൂറോപ്യൻ യൂണിയൻ ആൻഡ് ചൈന. ദേ സെഡ് ദാറ്റ് ദേ വിൽ കം അപ്പ് വിത്ത് സം കൈൻഡ് ഓഫ് റിറ്റാലിയേറ്ററി മെഷേഴ്സ് എന്നോട് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ S&Pയെ സംബന്ധിച്ചിടത്തോളം മെയ് ഏറ്റവും നല്ലൊരു മാസമായിരുന്നു. 6% ഗെയിൻ ആണ്. അതായത് 1990 മെയ് 1990 മേയ്ക്ക് ശേഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തൊരു മെയ് ആയിട്ട് S&Pക്ക് മാറി എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ US ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 10 ഇയർ ബോണ്ട് ഈൽഡ് നമ്മൾ അതൊരു റിസ്ക് ആയിട്ട് 2 ആഴ്ച മുമ്പേ പറഞ്ഞിരുന്നു. അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് അവിടുന്ന് ഒരു ബോണ്ട് ഈൽഡ് ഇൻക്രീസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഗ്ലോബൽ ഇക്വിറ്റീസിന് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നിഫ്റ്റി അറിയാം. നിഫ്റ്റി നമ്മൾ 2-3 ആഴ്ചയായിട്ടൊരു റേഞ്ച് ബൗണ്ട് കൺസോൾട്ടേഷൻ ആയിരുന്നു. എന്നാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്സിലും സെലക്റ്റീവായിട്ട് കമ്പനീസ് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു നിഫ്റ്റിക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു അപ് ട്രെൻഡ് വരണം എന്നുണ്ടെങ്കിൽ അപ്പർ ലെവലിൽ 25,116 അല്ലെങ്കിൽ 110 ബ്രേക്ക് ചെയ്യണം സബ്സ്റ്റാൻഷ്യൽ വോളറ്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്രമേ ഒരു മാർക്കറ്റ് ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലായി എന്ന് പറയാൻ പറ്റൂ. എന്നാൽ ഒരു ഡൗൺവേർഡിൽ 24,450 അതൊന്ന് റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണം ആ ഒരു സപ്പോർട്ടിനെ. ഇങ്ങനത്തെ ഒരു ലെവലിലാണ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. ജാസ്മിൻ പറഞ്ഞ പോലെ Q4
GDP നമ്പേഴ്സ് വളരെ സർപ്രൈസിങ് ആണോ എന്നുള്ളത്. 7.4% ആണ് Q4 GDP. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നമ്മൾ ഏതാണ്ട് 8.4% ആണ്. അത് അപേക്ഷിച്ച് ചെറുതായിട്ട് താഴെയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാര്യം 8.4% കഴിഞ്ഞ കൊല്ലം തന്നതിൻ്റെ മുകളിലാണ് 7.4%. അപ്പോൾ ഹയർ ബേസിൽ അത് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. Q3 ഇത് 6.4 ആയിരുന്നു, അതാണ് ഇപ്പോൾ 7.4 ആയി മാറിയത്. ഇത് കൂടാതെ തന്നെ ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ അത് വളരെ എൻകറേജിങ് നമ്പറായിട്ട് 9.4% വളരെ ഹെൽത്തി ആണെന്നുള്ളത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ മാർക്കറ്റിൽ, അതായത് മാക്രോസ് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു തെളിവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ നമ്പേഴ്സ് വന്നു. ഓട്ടോമൊബൈൽ നമ്പേഴ്സ് വന്നപ്പോൾ M&Mഉം TVSഉം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ ടാറ്റ മോട്ടോഴ്സിന് വീണ്ടും ബ്ലീക്ക് അല്ലെങ്കിൽ മ്യൂട്ടഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് വന്നേക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന് അതിൻ്റേതായ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു. പ്രോബബ്ലി ഇതൊക്കെ ആയിരിക്കാം കേട്ടോ, നല്ല സ്റ്റോക്കുകൾ ചില അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസിൽ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഗ്രേറ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് പല കമ്പനിയിലും കിട്ടുന്നത്. കാര്യം ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒട്ടും മോശമായിട്ടുള്ള കമ്പനിയല്ല. ടെമ്പററിലി അതിന് ചില ഹെഡ് വിൻസ് ഉണ്ട് എന്നുള്ളതാണ്. മേ ബി ദീസ് ആർ ദ ബെസ്റ്റ് ടൈംസ് ഫോർ ആൻ ഇൻവെസ്റ്റർ ഹു ഹാസ് ഗോട്ട് എ 3 to 5 year horizon ടു ബൈ ദീസ് കൈൻഡ് ഓഫ് സ്റ്റോക്സ്. ഇറ്റ്സ് നോട്ട് എ റെക്കമെൻഡേഷൻ, നമ്മളൊരു ജസ്റ്റ് ഒരു അക്കാഡമിക് പർപ്പസിന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് കൂടുതലും ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ് ചലഞ്ചിങ്. ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ മാർക്കറ്റിന് വലിയ പ്രത്യേകതയൊന്നും കാണുന്നില്ല. കാര്യം ചില വാല്യൂഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിലാണ്. ഗ്ലോബൽ ന്യൂസുകൾക്ക് റെസ്പോണ്ട് ചെയ്താണ് ഇന്ത്യൻ മാർക്കറ്റ് പോണതെന്നുള്ളതാണ്. പിന്നെ GST റവന്യൂസ് ഓഫ് കോഴ്സ് വളരെ ക്ലാസിക് നമ്പറാണ്. അതായത് 2 ലക്ഷം കോടി വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കൺസിക്യൂട്ടീവായിട്ട്. കഴിഞ്ഞ മാസമാണ് 2.4 lakh crore ആണ് നമുക്ക് ഏപ്രിൽ വന്നത്. മെയ് ആണ് 2 lakh നമ്പേഴ്സ് വന്നത്. നമ്മൾ ഈ ഓട്ടോമൊബൈൽ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ എടുത്തു വായിക്കേണ്ടത്, ഈ ഓട്ടോമൊബൈൽ നമ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ M&Mനും TVSനും വളരെ പോസിറ്റീവ് നമ്പേഴ്സ് ആട്ടോ. അതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്സിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിന് മ്യൂട്ടഡ് നമ്പർ ആയതുകൊണ്ട് ചില നെഗറ്റീവ്. ബട്ട് ഓട്ടോമൊബൈലിന് സെക്ടറിന് ഒരു ചെറിയ ഒരു ഹെഡ് വിൻഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂ ഏജ് ടെക്നോളജി ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസ്, അല്ലെങ്കിൽ സോളാർ മോഡ്യൂൾസ്, ചിപ്സ്, സെമി കണ്ടക്ടറിനൊക്കെ ഈ റെയർ എർത്ത് മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ലിത്യം, ബോറിയം, ഗലേഡിയം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ. അതായത് പഴയ പോലെ അയൺ, സ്റ്റീല്, അലൂമിനിയം, കോപ്പർ മാത്രമൊന്നുമല്ല, റെയർ മിനറൽസും കൂടെ വളരെ റെയർ മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ന്യൂ ഏജ് ടെക്നോളജിക്ക്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ NDFEB എന്ന് പറഞ്ഞൊരു മാഗ്നറ്റ്സ് ഉണ്ട്. അത് നിയോഡൈമിയം അയൺ ബോറോൺ മാഗ്നറ്റ്സ് എന്നാണ്. ഈ സാധനം ഏറ്റവും കൂടുതൽ ഈ മാഗ്നറ്റ്സ്, റെയർ എർത്ത് മാഗ്നറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ചൈനയിലാണ്. ഏതാണ്ട് 92% ആണ് ചൈനയിലുള്ളത്. പിന്നെ വരുന്നത് വിയറ്റ്നാമാണ് 7%, പിന്നെ ജപ്പാനാണ് 7%, വിയറ്റ്നാം 1%. ഈ NDFEB മാഗ്നറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൈനയിലാണ് 92% എന്ന് പറഞ്ഞല്ലോ. ചൈന മാത്രമേ ഇത് എക്സ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ജപ്പാനിന് 7%, വിയറ്റ്നാമിന് 1%. അവരുടെ സ്വന്തം യൂസിനാണ് അവർ യൂസ് ചെയ്തിരുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ഒരു ഇൻ്റഗ്രൽ കമ്പോണൻ്റ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾ മോട്ടോറിന്. ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മോട്ടോറിന് ഈ NDFEB മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ 2002 1253 കോടിയുടെ NDFEB മാഗ്നറ്റ്സ്, ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ് കൺസ്യൂം ചെയ്തു എന്നും ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് 2032 ഇപ്പോഴത്തെ, അതായത് 2022 നടന്ന 1253 ഏതാണ്ട് 15,000 കോടി വർത്ത് വരുന്ന ഈ മാഗ്നറ്റ്സിന്റെ ആവശ്യമുണ്ട്. ആർക്കാണ് ആവശ്യമുള്ളത്? ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറേഴ്സ്, എസ്പെഷ്യലി 2 വീലേഴ്സ്. കാര്യം വെച്ചാൽ ഈ 2 വീലേഴ്സിൻ്റെ ഒക്കെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹൈ കോമ്പാക്ട് എഞ്ചിനാണ്, സൈസ് കുറഞ്ഞു, എന്നാൽ ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോയും അതിനകത്ത് ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെയുള്ള ഇലക്ട്രിക് മോട്ടോഴ്സിന്, അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സിന്, അല്ലെങ്കിൽ ബാറ്ററി കൂളിംഗ് സെഗ്മെൻറ്റ്സിന്, അല്ലെങ്കിൽ അസംബ്ലി മോഡ്യൂൾസിന്, സെൻസർ ബേസ്ഡ് സിസ്റ്റത്തിനൊക്കെ ഈ റെയർ എർത്ത് മിനറൽസ് അല്ല ഈ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് അടുത്ത കാലത്ത് ചൈന ഏപ്രിൽ 4 മുതൽ ഇതിൻ്റെ എക്സ്പോർട്ടിന് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. ഈ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കമ്പനീസിന് ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രി, കമ്പനികളുടെ ഇൻവെൻട്രിയൊക്കെ ഏതാണ്ട് 2 മാസം 3 മാസമുള്ള ഇൻവെൻട്രിയേ ഉള്ളൂ. ചൈന അത് റെസ്ട്രിക്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ടാരിഫ് സിനാരിയോ എല്ലാം കൂടെ വന്നപ്പോൾ ചൈന ഇത്തിരി ഒരു അഡമൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ CIAM ഒക്കെ, നമ്മുടെ മാനുഫാക്ചറിങ് അസോസിയേഷനൊക്കെ ചൈനയിൽ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ഒന്നും അത് മുന്നോട്ട് പോയിട്ടില്ല. ദാറ്റ് മൈറ്റ് ടേൺ ഇൻ ടു എ ചലഞ്ചിങ് എൻവയറൺമെന്റ് ഫോർ ഓട്ടോമൊബൈൽ, എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റ്, ദാറ്റ് ടു ഇൻ എ 2 വീലർ സ്പേസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. സോ വാച്ച് ഔട്ട് ദാറ്റ് സ്പേസ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഈ പറയുന്ന പോലെ
ഈ 5 മന്തായി നമുക്ക് ഈ ഒരു കൊല്ലം അല്ലേ, അതിലെ ആദ്യത്തെ 5 മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമിംഗ് മാർക്കറ്റ്സ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റ്സ് ആയിരുന്നു എന്നുള്ള, അതായത് ജർമ്മനി, സ്ലൊവേനിയ, പോളണ്ട്, ഗ്രീസ്, ഹംഗറി പോലുള്ള കൺട്രീസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്നുള്ള. അപ്പോൾ യൂറോപ്പ് ലീഡ് ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസിൽ 5 ഇയേഴ്സ്. മെയിൻലൈൻ ഇൻഡസ്ട്രീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയിൽ 13-14% തന്ന ഒരുപാട് സ്റ്റോക്കുകൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ ഉണ്ട് എന്നുള്ള. ബട്ട് ഇതൊക്കെയാണ് ഒരു ഹെഡ്ലൈൻ ന്യൂസ് ആയിട്ട് പോകുന്നത്. അപ്പം മാക്രോ എക്കണോമിക് എൻവയറൺമെന്റ് ഇന്ത്യക്ക് വളരെ നന്നായിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന് ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു ഹെഡ്വിൻഡ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ടാരിഫിൻ്റെ കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു ബ്ലോക്കേഡ് ആയിട്ട് നിൽക്കുന്ന കാര്യം. രണ്ടാമത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യൂഷൻസ് അത്ര ചീപ്പും അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഗ്ലോബൽ മാർക്കറ്റ് മൂവ്മെന്റ്. രണ്ടാമത് ഈ ഓട്ടോമൊബൈൽ എസ്പെഷ്യലി 2 വീലർ EV സെഗ്മെന്റിന് ഈ ക്രിട്ടിക്കൽ മിനറൽസ്, അതായത് ഈ മാഗ്നറ്റ്സിൻ്റെ റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ ഒരു ഷോർട്ടേജ് ഒരു ചെറിയ കാലത്തേക്ക് ഒരു ചലഞ്ചിങ് ആയിരിക്കും. അത് പെട്ടെന്ന് റിസോൾവ് ചെയ്യട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സർ, അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 6% കൂടുതലുള്ള ഒരു ഇടിവ് ആദ്യ മിനിറ്റുകളിൽ തന്നെ നിഫ്റ്റി 50 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്ന സെക്ടേഴ്സ് IT ആണ്, 1% കൂടുതൽ. അതേസമയം ഓട്ടോ മേഖലയിലേക്ക് വന്നാൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണുന്നത്. എഗെയിൻ PSU ബാങ്ക് ഇൻഡെക്സ് ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്നു, 1.5% കൂടുതൽ. നമ്മൾ ഈ മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെയൊക്കെ താഴെ ഒരുപാട് കമൻസ് വരാറുണ്ട്. മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിലവിൽ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ എസ്പെഷ്യലി നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇനി സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് പോവാം. ജാസ്മിൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ലൈൻ ജാസ്മിൻ പറഞ്ഞത് ഞാൻ എടുക്കുകയാണെങ്കിൽ IT സ്റ്റോക്സിന് ചെറിയൊരു നെഗറ്റീവ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പണിംഗിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ. അതെന്താ വെച്ചാൽ ബേസിക്കലി ഒരു ന്യൂസ് ഉണ്ട്, സോഴ്സ് ബേസ്ഡ് ആണ്, വാൾ സ്ട്രീറ്റ് ജേർണലിലായിരുന്നു എന്ന് എനിക്കറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് ഈവൻ തന്നെ ഞാൻ എവിടെയോ വായിച്ചായിട്ട് ഞാനൊന്ന് റീകോൾ ചെയ്യണം. അതായത് ട്രംപ് ചിലപ്പോൾ, അതായത് ഈ ചൈനയായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ നിലനിൽക്കുകയാണല്ലോ, ചൈനീസ് ടെക്നോളജിക്ക് ചെറിയൊരു റെസ്ട്രിക്ഷൻസ് US കൊണ്ടുവരാം എന്നുള്ള ഒരു ന്യൂസ് ഞാൻ പലയിടത്തും വായിച്ചിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ചൈനീസ് മാർക്കറ്റ്, ഹോങ്കോങ് മാർക്കറ്റൊക്കെ ഇത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. മേ ബി ഇനി അതിൻ്റെ റിവർബറേഷൻസ് ആണോ ഇന്ത്യൻ IT സ്റ്റോക്സിൽ നടക്കുന്നതെന്നുള്ളത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് IT സ്റ്റോക്സിന് ഒരു നെഗറ്റീവ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സെക്ടർ തന്നെയാണ്. പല IT കമ്പനീസും AIക്ക് വേണ്ടിയിട്ടൊക്കെ ട്യൂൺഡ് ആയിട്ടുണ്ട്, എസ്പെഷ്യലി മിഡ് ക്യാപ്പ് IT കമ്പനീസ് എന്നുള്ളത്. അതൊരു സ്ഥലത്ത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത്. വേറൊരു കാര്യം ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. എനിക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു. അതായത് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കുമോ ഇനി അങ്ങോട്ടെന്നൊക്കെ ഉള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഈ 25 ഇയേഴ്സ് ഓഫ് ഫണ്ട് മാനേജ്മെൻറ്റിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ബാരോമീറ്റർ, ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതായത് ടോപ്പ് 50 സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നതാണ് ഈ നിഫ്റ്റി 50 എന്ന്. ഈ നിഫ്റ്റി 50 നെഗറ്റീവായി അല്ലെങ്കിൽ പോസിറ്റീവായി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലെ മറ്റുള്ള സ്റ്റോക്സിനൊക്കെ ഒരുപാട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയി എന്ന് നമുക്ക് പറയാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് നിഫ്റ്റി 50യെ കാണൂ. ഉദാഹരണത്തിന് നിഫ്റ്റിയിൽ ഇപ്പോൾ റിലയൻസും TCS നെഗറ്റീവ് ആണെങ്കിൽ, HDFC ബാങ്കും നെഗറ്റീവ് ആണെങ്കിൽ നിഫ്റ്റി നെഗറ്റീവായിട്ട് കാണിച്ചേക്കാം. എന്നാൽ അതിനകത്തുള്ള പല നിഫ്റ്റി കമ്പനീസും ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ബാരോമീറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് മാർക്കറ്റിൻ്റെ ലെവലും മാർക്കറ്റിൻ്റെ എന്താ പറയുക ഇനിയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എന്നല്ലാതെ അതിന് നിങ്ങൾ ഒരുപാട് വിഷമിക്കരുതെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ കൊച്ചിൻ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് കൊച്ചിയിൽ എവിടെയെങ്കിലും, എറണാകുളത്ത് എവിടെയെങ്കിലും നമുക്കൊരു സ്ഥലം മേടിക്കണമെന്ന് വിചാരിക്കാം. ആ സ്ഥലത്തിന് ആ പ്രൈസ് ഒരു വാല്യൂ ബൈ ആണെന്ന് വിചാരിക്കാം. നല്ലൊരു പ്രൈസോ ഒരു പ്രോപ്പർട്ടിയോ ഫ്ലാറ്റോ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചു. അത് നമുക്ക് നല്ലൊരു വാല്യൂ ബൈ ആയിട്ട് നമുക്ക് തോന്നി. കാര്യം അവിടെ വരുന്ന ഡെവലപ്മെന്റ്സും അല്ലെങ്കിൽ അവരൊരു ഡിസ്കൗണ്ട് തരികയോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള സെല്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യമുള്ള ഒരാളുണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ മാത്രമല്ലേ നമ്മൾ നോക്കുള്ളൂ. നമ്മൾ ഒരിക്കലും എറണാകുളം റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് വെറിയില്ലല്ലോ. അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ എൻറ്റയർ എറണാകുളം റിയൽ എസ്റ്റേറ്റ് പോലെയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ നിഫ്റ്റി മുഴുവനായിട്ട് മേടിക്കുന്നില്ല, നമ്മൾ അതിലെ ചെറിയ ചെറിയ ബിസിനസ്സുകളെ മേടിക്കുന്നത്. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അതിൻ്റെ വാല്യൂഷൻ വെച്ചിട്ട് ചീപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അല്ലാണ്ട് നിഫ്റ്റിയെക്കുറിച്ച് നിങ്ങൾ പേടിക്കരുത്. നിഫ്റ്റി എന്ന് പറയുന്നത് വെറും ഒരു ഇൻഡിക്കേറ്റർ മാത്രം, ഒരു സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ, മാർക്കറ്റ് ഇമോഷൻ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതിൽ ചെന്ന് വീഴരുതെന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പം നമ്മൾ ഏപ്രിൽ മെയിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള മാസമായിരുന്നു നിഫ്റ്റിക്ക് അല്ലേ. എന്നാൽ അവിടെ തന്നെ ഏതെല്ലാം സ്റ്റോക്കുകൾ, എത്രമാത്രം സ്റ്റോക്കുകൾ 30 to 40% റിട്ടേൺ തന്നു
ചെയ്യാവുന്ന ഒന്നാണ്. എന്നാൽ നിഫ്റ്റി നോക്കി നിഫ്റ്റിയുടെ ലെവല് താഴോട്ടാണ് എന്ന് വിശ്വസിച്ചിരുന്നവർക്ക് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി എന്നുള്ളത്. നമ്മൾ ഒരിക്കലും നിഫ്റ്റിയെ കാണരുത്. നിഫ്റ്റിയെ വേണം, നിഫ്റ്റിയെ ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ല. ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിൽ കാണണം. മാർക്കറ്റിന്റെ സെന്റിമെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ കാണണമെങ്കിലും ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ മൂവ്മെന്റ് ഈ നിഫ്റ്റി ആയിട്ട് ഒരിക്കലും അങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണരുത്. ഓഫ് കോഴ്സ് നിഫ്റ്റിയെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുമ്പോൾ എപ്പോഴാണ് ഒരു പാനിക് സെല്ലിംഗ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു ഗ്ലോബൽ സെന്റിമെന്റ്സോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ലാർജർ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നിഫ്റ്റി താഴെ പോകുന്നതോടുകൂടി എല്ലാ സ്റ്റോക്കും താഴെ പോകും. പക്ഷേ സാധാരണ ഒരു കൺസോൾട്ടേറ്റിംഗ് മാർക്കറ്റിൽ നിഫ്റ്റി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്റ്റോക്സും ഡൗൺ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിഫ്റ്റി ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇൻഡിവിജ്വൽ സ്റ്റോക്സ് മാത്രമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള, ഇപ്പം നമ്മൾ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ NSEയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു കൊല്ലത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം മാർക്കറ്റ് നിഫ്റ്റി കയറിയതായിട്ടും ഇറങ്ങിയതായിട്ടും കാണും. ഒരു 2 കൊല്ലത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണും. ബട്ട് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്തൊരു 10 കൊല്ലത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഴ്ചകളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ള. അപ്പം നമ്മളൊരു ലോങ്കർ ടേം ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിഫ്റ്റിയുടെ സ്മോൾ ടേം മൂവ്മെൻറ്റ്സ്, അതായത് മീഡിയം ടേം ടു ഷോർട്ട് ടേമിൽ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് ഒരിക്കലും നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായി വരാറില്ല. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ നോക്കേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അതായത് നിങ്ങൾക്കൊരു ലോങ് ടേം വ്യൂ വേണം എന്ന് നമ്മൾ പറയുമല്ലോ. ലോങ് ടേമിൽ സ്റ്റോക്ക് പെർഫോം ചെയ്യുമെന്നല്ല, അതുകൊണ്ടല്ല നമ്മൾ ലോങ് ടേം മണി വേണം. അതായത് 2-3 കൊല്ലം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസ വേണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ. അതായത് റിസ്ക് ക്യാപിറ്റൽ. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾ എന്ത് തരം പൈസയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള, നിങ്ങൾക്ക് 3 കൊല്ലത്തേക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം ആവശ്യമില്ലാത്ത പൈസ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാവൂ. അത് എന്തിനാന്ന് വെച്ചാൽ, ആ റിസ്ക് ക്യാപിറ്റൽ എന്തിനാന്ന് വെച്ചാൽ സ്റ്റോക്കുകളായ ലോങ് ടേം സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള ഒരു വർത്താനം പറയാൻ വേണ്ടിയിട്ടല്ല. അതായത് ഷോർട്ട് ടേമിലും മീഡിയം ടേമിലും നമുക്ക് ഈ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ സേഫ് ആയിട്ട് ഒരു 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത പൈസയാണെങ്കിൽ നമ്മൾ ഈ ചെറിയ കറക്ഷൻസ് ഒന്നും നമ്മൾ അതിനെക്കുറിച്ച് വെറി ചെയ്യാൻ പാടില്ല. ആ ഒരു മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ. അല്ലാണ്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്നല്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള പൈസയാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ എപ്പോഴും പറയും, ലിവറേജിനോ ലോണിനോ എടുത്താൽ സ്റ്റോക്കുകൾ പ്ലഡ്ജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുള്ള പൈസയെ കൊണ്ടുവരരുത്. അത് കൊണ്ടുവരുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകുമ്പോൾ നമുക്ക് വല്ലാതെ പേടി വരുന്നതെന്നുള്ള. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ എത്രയുള്ള, അത് ചെറിയ എമൗണ്ട് ആയാലും ശരി വലിയ എമൗണ്ട് ആയാലും ശരി, അതൊരു 3 കൊല്ലത്തേക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത മാസം എനിക്കൊരു മൊബൈൽ മേടിക്കണം അല്ലെങ്കിൽ എനിക്കൊരു കാർ മേടിക്കണം, അതിനുവേണ്ടി ഇപ്പോൾ ഉള്ള കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഡബിൾ ആക്കാം എന്നിങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ലോങ് ടേം മണി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു വിഷമം വരേണ്ട കാര്യമില്ല എന്നുള്ള. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ആ 3 കൊല്ലം ആവശ്യമില്ലാത്ത പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങ് ചേഞ്ച് ആയി പോകും. നിങ്ങൾ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഒരു കാര്യം മാത്രം ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പറയുക എന്നുള്ളതാണ്. അതായത് 24% റിട്ടേൺ നമുക്ക് 3 കൊല്ലം 24% തൊട്ട് 26%, ഒരു 25% ഒന്ന് കൂട്ടുക. 25% ഓരോ കൊല്ലം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ 3 കൊല്ലം കൊണ്ട് നമ്മുടെ പൈസ ഡബിൾ ആവും. ഇപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ആദ്യത്തെ കൊല്ലം 24-25%, അടുത്ത കൊല്ലം 24-25%, അതിൻ്റെ മുകളിൽ 24-25% നമ്മൾ പ്രൊവൈഡഡ് നമ്മൾ 5 പൈസ പോലും അതിന് തിരിച്ചെടുക്കുന്നില്ല. ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ആക്കാം പൈസ എന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഈവൻ 1 കൊല്ലം വേണമെങ്കിലും ഇത് സംഭവിക്കാം. നിങ്ങളൊരു സ്റ്റോക്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്തു ലോങ്ങർ ടേം സ്റ്റാൻഡിൽ, പെട്ടെന്ന് തന്നെ അത് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് 25%ഓ അല്ലെങ്കിൽ 24%, 26% നിങ്ങൾക്ക് റിട്ടേൺ പെട്ടെന്ന് കിട്ടി. നിങ്ങൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചു. 365 ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നിങ്ങൾക്ക് അതേപോലെ ഈ 365 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഈ പൈസ, അതായത് ടോട്ടൽ പൈസ നമ്മൾ അതിൽ ഡിപ്ലോയ് ചെയ്ത് വീണ്ടും ഒരു 24-25% റിട്ടേൺ ആക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മൂന്നാമതൊരു പ്രാവശ്യം കൂടെ ചെയ്യുകയാണെങ്കിൽ 365 ദിവസത്തിൽ നിങ്ങൾക്ക് 3 നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയാൽ മതി 25% കിട്ടാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് ആ പൈസ നിങ്ങൾ എടുക്കാതെയും ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ 1 കൊല്ലത്തിൽ വേണമെങ്കിലും ഡബിൾ ആവും. ഞാൻ ഈ പറയുന്നത് സ്റ്റോക്കിന്റെ ബേസിസിലല്ല, ഞാൻ പറയുന്നത് മാത്തമാറ്റിക്സിൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് ബേസിസിലാണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 24-25% റിട്ടേൺ മതി ഒരു സ്റ്റോക്കിൽ. അത് 3 കൊല്ലം കൊണ്ടാണെങ്കിൽ നമുക്ക് ഡബിൾ ചെയ്യാം, അത് 1 കൊല്ലം വേണമെങ്കിലും നമുക്കത് ഡബിൾ ചെയ്യാം, പ്രൊവൈഡഡ് യു പ്ലേ യുവർ കാർഡ്സ് very very safely
ആൻഡ് വെരി വെരി ഇൻ്റലിജൻ്റ്ലി എന്നുള്ളത് മാത്രം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിമൈസസിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഈ നിഫ്റ്റിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഇത്രത്തോളം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിഫ്റ്റി ബോധർ ചെയ്യേണ്ടതാരാ? ഈ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്നവർക്ക് മാത്രമേ നിഫ്റ്റി ബാധകമായിട്ടുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അല്ലാണ്ട് ട്രേഡിങ്ങിന് വന്ന് ഒരു മണി ക്രിയേറ്റ് ചെയ്യണതും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിൽ ബ്രോക്കർ എന്താ ചെയ്യുന്നത്? ഒരു സ്ഥലം ആർക്കെങ്കിലും വിറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് പൈസ കിട്ടും. അയാൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണില്ല, അയാൾ മണിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള. മണിയും വെൽത്തും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ബട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സ്ഥലം വാങ്ങിച്ചു, അതിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി, അത് വിറ്റ കാശ് കൊണ്ട് വേറൊരു സ്ഥലം മേടിച്ചു, അതിന് നല്ല അപ്രീസിയേഷൻ കിട്ടി. അവിടെയാണ് വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഈ ട്രേഡ് ചെയ്യുന്നവർ ഒരുമാതിരി ബ്രോക്കറിനെ പോലെയും ആക്ട് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരു വെൽത്ത് ക്രിയേഷൻ, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററിനെ പോലെയും ആക്ട് ചെയ്യുന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഡിഫറൻസ് വേണം നിങ്ങൾ ഇതിനെ കാണാനായിട്ട്. മാർക്കറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ട്രേഡിംഗ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. നല്ല കുറച്ച് സ്റ്റോക്കുകൾ, നിങ്ങൾ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് വച്ച് അതിൻ്റെ ഒരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് സമയത്തിന് മുന്നോടിയായി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ, ആ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് വർക്കൗട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ്സം റിട്ടേൺ കിട്ടും. ഇനി അഥവാ മാർക്കറ്റ് ആ സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു എഫക്റ്റ് മാർക്കറ്റ് തന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ സ്റ്റോക്ക് പെട്ടുപോയാലും അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഫണ്ടമെൻ്റലും മാത്രമായിട്ട് പോവുകയും ചെയ്യരുത്, ടെക്നിക്കലായിട്ട് മാത്രമേ പോകരുത്. ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് ഫണ്ടമെൻ്റലും ടെക്നിക്കലും കൂടെ ചേർത്ത് പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിഫ്റ്റി ഒന്നും ബാധകമായിട്ട് വരില്ല. അടിസ്ഥാനപരമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 2 തൊട്ട് 3 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ, ലോൺ എടുത്ത് കൊണ്ടുവരാത്ത പൈസ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഉപയോഗത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പൈസ, ഇതൊന്നും കൊണ്ടുവരാതെ ഇരുന്ന് സ്ട്രോങ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 24% റിട്ടേൺ ഓരോ സ്റ്റോക്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ അത് 3 കൊല്ലം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഡബിൾ ചെയ്യാൻ പറ്റും എന്നൊന്ന് പറഞ്ഞു വയ്ക്കുന്നു. യെസ്, ഏതായാലും അതൊരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇൻ്റലിജൻസ് മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്തുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സ് കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒരു 0.5% ഇടിവ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. 24,597 എന്നുള്ള ഒരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു മാസത്തിലെ, അതോടൊപ്പം തന്നെ ഈ ഒരു ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് ഡേ ആണ്. മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ, മാർക്കറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ 0.5% മുകളിലുള്ള ഒരു ഇടിവ്, അതായത് ഏകദേശം 150 പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടു കൂടി 24,601 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ 14 കമ്പനികൾ മാത്രം അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 36 കമ്പനികൾ നിഫ്റ്റി 50യിൽ നിന്ന് നിലവിൽ ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്കിലും കാണാൻ വേണ്ടി സാധിക്കുന്നു. 55,568 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് പുരോഗമിക്കുമ്പോൾ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 8 കമ്പനികൾ നേട്ടത്തിലും 4 കമ്പനികൾ ഇടിവുമാണ് നിഫ്റ്റി ബാങ്കിൽ നിന്നും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലെ ഒരു ടോപ്പ് ഗെയിനേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ഓഹരികളുടെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു 3% ഒരു നേട്ടത്തിലാണ് അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ഓഹരിയിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ട്. അത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു ബൈ റേറ്റിംഗ് ആണ് പറയുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 7,850 രൂപയാണ് നിലവിൽ ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 7,081 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് അപ്പോളോ ഹോസ്പിറ്റൽസ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാം പാദത്തിലെ കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ്മാൻ സാക്സിൻ്റെ എസ്റ്റിമേഷനേക്കാളും തൊട്ട് താഴെയുള്ള ഒരു സ്ലൈറ്റ്ലി ബിലോ ആയിട്ടാണ് വന്നതെങ്കിൽ കൂടി കമ്പനിയുടെ മറ്റ് ബിസിനസ്സുകളിലും മറ്റുമൊക്കെ കമ്പനിക്ക് ഗ്രോത്ത് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അപ്പോളോ ഹോസ്പിറ്റൽസിന് വലിയ രീതിയിൽ പോസിറ്റീവാണ് എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ ആദ്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഹോസ്പിറ്റൽ ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടോപ്പ് ലൈൻ ആക്സലറേഷനും മറ്റുമൊക്കെയാണ് കമ്പനിയുടെ ഒരു ഹോസ്പിറ്റൽ ബിസിനസ്സിൽ കാണാൻ സാധിക്കുന്നത്. മറ്റ് ഹെൽത്ത് കമ്പനീസിലും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഏകദേശം 600 പുതിയ സ്റ്റോറുകൾ എല്ലാ വർഷവും ആഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഗോൾഡ്മാൻ സാക്സ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കൂടാതെ കമ്പനിയുടെ ഡയഗ്നോസ്റ്റിക്സ് ബിസിനസ്സും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിലും അതിലും കമ്പനിക്ക് വളർച്ച നേടാൻ സാധിക്കും.
പാലിക്കുന്നു. കൂടാതെ കമ്പനിയുടെ മാർജിൻസിലേക്ക് കടക്കുകയാണെങ്കിലും പിയേഴ്സിനേക്കാൾ അല്ലെങ്കിൽ പിയേഴ്സുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. 4ാം പാദത്തിൽ പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മറ്റ് ബിസിനസ്സുകളിലുള്ള ഒരു വളർച്ച നിലവിൽ അപ്പോളോ ഹോസ്പിറ്റൽസിനെ മുൻപോട്ട് നയിക്കുന്നു എന്ന് വേണം ജാസ്മിൻ നമ്മൾ നിലവിൽ വിലയിരുത്താൻ വേണ്ടിയിട്ട്. മറ്റ് ഓഹരികളുടെ വിവരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അഡാനി പോർട്സിൻ്റെ ഓഹരികൾ ഏകദേശം 1.25% ഒരു നേട്ടവും, ഭാരത് ഇലക്ട്രോണിക്സ് 0.5%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1% മുകളിലും, SBI ലൈഫിൻ്റെ ഭാഗത്ത് നിന്നും 0.25% മുകളിലുമുള്ള ഒരു നേട്ടം നിഫ്റ്റി 50 സൂചികയിൽ നിന്ന് കാഴ്ചവെക്കുമ്പോൾ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരികൾ ഏകദേശം 2% മുകളിലുള്ളൊരു ഇടിവാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ കമ്പനികളെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ ഓട്ടോ ഡാറ്റകൾ, ഓട്ടോ സെയിൽസ് ഡാറ്റകളും മറ്റുമൊക്കെ വരുന്നു. മേ ബി എക്സ്പെക്ടേഷൻസിൻ്റെയും മറ്റുമൊക്കെ പ്രഷർ കൊണ്ടായിരിക്കാം ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരികളിൽ നിലവിൽ 2% മുകളിലുള്ളൊരു ഇടിവ് കാണാൻ സാധിക്കുന്നു. ശ്രീറാം ഫിനാൻസിലേക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് ശ്രീറാം ഫിനാൻസും, ബജാജ് ഓട്ടോ ഓഹരികൾ 1.25% മുകളിലും, JSW സ്റ്റീൽ ഓഹരികൾ 1.5% മുകളിലും, ടെക് മഹീന്ദ്രയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 1.25% ഒരു ഇടിവും നിഫ്റ്റി 50യിൽ നിന്ന് പ്രകടമാക്കുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഇടിവ് 200 ബേസിസ് പോയിന്റുകളുടെ മുകളിലേക്ക് കടന്നുകൊണ്ട് 55,537 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ ഇടിവ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലെ കമ്പനികളുടെ പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് 2.25%, ബാങ്ക് ഓഫ് ബറോഡ 1.25%, ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ 2% നേട്ടം രേഖപ്പെടുത്തുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് നിലവിൽ 1.5% ഉള്ളൊരു നേട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എങ്കിൽ കൂടിയും HDFC ബാങ്കും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഓഹരികൾ നിലവിൽ ഏകദേശം 1.5% ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 0.5%, ICICI ബാങ്ക് ഏകദേശം 0.25%ഉള്ളൊരു ഇടിവും നിലവിൽ പ്രകടിപ്പിക്കുമ്പോൾ മറ്റ് സൂചികകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിട്ട് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സൂചികകളിൽ കാണാൻ സാധിക്കുന്നത്. ഓട്ടോ ഡാറ്റ പുറത്തു വന്നിരിക്കുന്ന ഇന്നത്തെ ദിവസം നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവോടുകൂടി 23,239 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. 6 കമ്പനികൾ അഡ്വാൻസ്ഡായി 9 കമ്പനികൾ നിലവിൽ ഡിക്ലൈനായി നിഫ്റ്റി ഓട്ടോയിൽ നിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നിഫ്റ്റി എനർജിയും മറ്റുമൊക്കെ 0.5% ഒരു നേട്ടമാണ്. ഇപ്പോൾ മികച്ച ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിലാണ്. ഏകദേശം 1.5% ഒരു നേട്ടത്തോടു കൂടി 7,075 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്കിങ്ങിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. PSU ബാങ്കിങ് സൂചികയിലെ ഈ ഒരു നേട്ടത്തിൻ്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് PSU ബാങ്കിങ് കമ്പനികളുടെ ഭാഗത്ത് നിന്ന്, PSU ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് മികച്ച പെർഫോമൻസ്, 4ാം പാദ പെർഫോമൻസ് ഉണ്ടായി. അതായത് പ്രൈവറ്റ് ബാങ്കുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രോത്ത് PSU ബാങ്കുകൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചതാണ് നിലവിൽ PSU ബാങ്കിങ്ങിലെ ഈ ഒരു റാലി തുടരാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഓഹരികൾ 3.25% മുകളിലും, യൂക്കോ ബാങ്ക് 3.25%, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 3% മുകളിലും, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 3.5% ഒരു നേട്ടവും രേഖപ്പെടുത്തുമ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഓഹരികളും 3% ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ മാത്രമാണ് വളരെ മാർജിനലായ ഒരു ഏകദേശം 0.04% വളരെ നാമമാത്രമായ ഒരു ഇടിവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് കമ്പനികളിലേക്ക് കടക്കുകയാണെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിഫ്റ്റി FMCG പരിശോധിക്കുകയാണെങ്കിൽ 0.5% ഒരു നേട്ടത്തോടു കൂടി 55,551 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി FMCGയിലെ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി FMCGയിലെ കമ്പനികളുടെ പെർഫോമൻസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ റാഡിക്കോ കേത്താൻ ഏകദേശം 1.25% മുകളിലും, ബൽറാംപൂർ ചീനി മിൽസ് ഓഹരികൾ മാർജിനലായ ഒരു നേട്ടവും രേഖപ്പെടുത്തുമ്പോൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 3% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹൈജീൻ ഓഹരികൾ 0.5%, നെസ്ലെ ഇന്ത്യ ഏകദേശം 0.5% മുകളിലുമുള്ളൊരു നേട്ടവും, വരുൺ ബെവറേജസ് യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ഓഹരികൾ 1.5% ചേർന്ന് നിൽക്കുന്ന ഒരു മികച്ച പെർഫോമൻസ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ കൂടി നിഫ്റ്റി IT-യിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 1% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി IT ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. 36,937 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി IT സൂചികയിലെ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി IT സൂചികയിൽ നിന്നുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ L&T ടെക്നോളജി സർവീസസിൻ്റെ ഓഹരികളിൽ വളരെ നാമമാത്രമായ ഒരു നേട്ടം മാത്രം കാണുമ്പോൾ ബാക്കി എല്ലാ കമ്പനികളും വലിയൊരു ഇടിവ് തന്നെ രേഖപ്പെടുത്തുകയാണ്. എംഫോസിസിൻ്റെയും മറ്റുമൊക്കെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 3.25% ഒരു ഇടിവ് എംഫോസിസ് ഓഹരികളും, വിപ്രോ HCL ടെക്, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ് എന്നീ പറയുന്ന എല്ലാ കമ്പനികളുടെ ഓഹരികളിലും 1% മുകളിലേക്കുമുള്ള ഒരു ഇടിവിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി IT-യിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CLS നിലവിൽ വോഡാഫോൺ ഐഡിയയ്ക്ക് ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ
ആദ്യം പറഞ്ഞ 10 രൂപയിൽ നിന്ന് നിലവിൽ 8 രൂപയായിട്ട് ടാർഗറ്റ് പ്രൈസ് അവർ വെട്ടിക്കുറയ്ക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 7 രൂപ എന്നൊരു നിരക്കിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 4ാം പാദത്തിൽ റവന്യൂ ഏകദേശം 1% ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇടിഞ്ഞപ്പോൾ ഇയർ ഓൺ ഇയറിൽ ഒരു നേട്ടം രേഖപ്പെടുത്താനും സാധിച്ചു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആവറേജ് റവന്യൂ പെർ യൂസർ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 1% നേട്ടവും ഇയർ ഓൺ ഇയറിൽ 12% ഒരു മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നു. എങ്കിലും കൂടി സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെടുന്നത് നിലവിൽ വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാകുന്നു എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ CLSA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ പെർ എബിറ്റയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ CLSA കാണുന്നത് വളരാനുള്ള ഒരു സാധ്യത കമ്പനിക്ക് കാണാനുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നിലവിലൊരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് നിലവിൽ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. മാക്വറിയുടെ വ്യൂ പരിശോധിക്കുകയാണെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇറോഷൻ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയായി പറയുന്നത്. കൂടാതെ കമ്പനിക്ക് ഹയർ ഇൻട്രസ്റ്റ് ബേർഡൻ ഉണ്ട് എന്നുള്ളതും കമ്പനിക്ക് നിലവിൽ ഒരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ എല്ലാ ബ്രോക്കറേജസുകളും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ നെഗറ്റീവായിട്ട് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിൽ ഉണ്ടാകുന്ന ഒരു ഇറോഷൻ തന്നെയാണ്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ മാക്വറി ഏകദേശം ഒരു അണ്ടർ പെർഫോമൻസ് റേറ്റിംഗും കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അടുത്തതായി മാർക്കറ്റിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ നിഫ്റ്റി 50 ഏകദേശം 0.5% മുകളിൽ 24,589 എന്ന് പറഞ്ഞൊരു നിരക്കിലും നിഫ്റ്റി ബാങ്ക് 0.5% മുകളിലുള്ള ഇടിവോടുകൂടി 55,579 എന്ന് പറയുന്ന ഒരു നിരക്കിലും തുടരുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ, നിഖിലാണ് മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് നൽകിയത്. സുരജ് സർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എസ്പെഷ്യലി മെറ്റൽ മേഖലയിൽ വലിയൊരു പ്രഷർ നിലനിൽക്കുന്നുണ്ട്. 50% ആക്കിയിട്ട് ടാക്സ് ഇരട്ടിയാക്കുന്നു എന്നുള്ള ഒരു തീരുമാനങ്ങൾ വന്നിരുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഇന്നിപ്പോൾ മെറ്റൽ ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്സ് JSW സ്റ്റീൽ, സെയിൽ, ടാറ്റ സ്റ്റീൽ, വേദാന്ത, APL അപ്പോളോ തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് ഒരു വലിയ ഇടിവും കാണുന്നുണ്ട്. ഇത് ഒരു എത്രത്തോളം പ്രൊലോങ്ഡ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്? അതോടൊപ്പം തന്നെ മെറ്റൽ മേഖല മാത്രമാണോ ഇത്തരത്തിലൊരു സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരിക ഇനി? ആക്ച്വലി അത് ജാസ്മിൻ നമുക്കിപ്പോൾ ഒരു കിട്ടിയ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് കേദാർ പ്രഭുവും സഫ്വാനും നമ്മുടെ റമീസും ഒക്കെ തന്നിരിക്കുന്ന ഒരു ഡീറ്റെയിൽ അനുസരിച്ച് നമുക്കിപ്പോൾ ഇന്ന് ട്രംപിൻ്റെ ഒരു സ്റ്റീലിനും അലൂമിനിയത്തിനും വന്നൊരു ടാരിഫ് ഇൻക്രീസ് ഉണ്ടല്ലോ, 25% ഇന്ന് ഡബിൾ ആക്കി അത് 50% ആക്കും എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സബ്സിഡറി ഉണ്ട് നെതർലൻഡ്സിൽ, ഹോളണ്ടിൽ. അവർ ഏതാണ്ട് 7 ലക്ഷം കോടി ടണ്ണ് അവർ US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നെതർലൻഡ്സിൽ ഉണ്ടാക്കുന്നതിൻ്റെ 11% ഉള്ളൂ കേട്ടോ. അതിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊരു അതൊരു ടാറ്റ സ്റ്റീലിൻ്റെ ടോട്ടൽ ഓവറോൾ സ്കീം ഓഫ് തിങ്സിൽ അതൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ടാറ്റ സ്റ്റീലിൻ്റെ ആ സ്റ്റോക്കിനെ ഒന്ന് വാച്ച് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, അതൊരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഒന്നും അല്ല. നെതർലൻഡ്സിൽ ഉണ്ടാക്കുന്നതിൻ്റെ 11% ഈ 7 ലക്ഷം ടൺ എന്ന് പറയുന്നുള്ളൂ. അവർ അത്രയും US എക്സ്പോർട്ട് ചെയ്യുന്നത് ടാറ്റ സ്റ്റീലിന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് മറ്റുള്ള സ്റ്റീൽ കമ്പനികളായ സെയിലിനും ഈ പറഞ്ഞ പോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും JSW സ്റ്റീലിനും ഒക്കെ ഈ മെറ്റലിന് വന്ന ഒരു ഇഷ്യൂവിന് ഒരു പ്രോബ്ലം വന്നേക്കാം. കാര്യം അതിൽ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ US അയക്കുന്നതിനെക്കാട്ടിലും ചൈന അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതുണ്ടല്ലോ, അതിനും റെസ്ട്രിക്ഷൻസ് വരും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചൈനയും മറ്റുള്ള രാജ്യങ്ങളും അവരുടെ എക്സസ് വരുന്ന സ്റ്റീൽ കപ്പാസിറ്റി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തള്ളുമോ, ഇന്ത്യയിലേക്ക് തള്ളുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ലോക്കൽ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ആയിട്ടുള്ള സ്റ്റീൽ കമ്പനീസിന് ചെറുതായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി അതിനകത്ത് കണ്ടു തുടങ്ങിയെന്നുള്ളത്. ബട്ട് ഹിൻഡാൽകോന്റെ കാര്യത്തിൽ ഹിൻഡാൽകോന് ചിലപ്പോൾ ഒരു മീനിങ് ഫുൾ ഹിറ്റ് സംഭവിച്ചേക്കാം. ഇത് ഹിറ്റ് സംഭവിച്ചേക്കാന്ന് പറഞ്ഞാൽ പെർമനന്റ് ഒന്നുമില്ല. ഇത് സെറ്റിൽ ആയി കഴിഞ്ഞാൽ, ട്രേഡ് ഡീൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഹിൻഡാൽകോന്റെ ഒരു സബ്സിഡറി ഉണ്ടല്ലോ, നോവേലിസ്, അമേരിക്കൻ കമ്പനി. അവര് വേൾഡിലെ ലാർജസ്റ്റ് റീസൈക്ലിംഗ് അലൂമിനിയം റീസൈക്ലിംഗ് കമ്പനിയാണ്. ഈ അലൂമിനിയം റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയം അവർക്ക് പുറത്തുനിന്ന് വരുന്നുണ്ട്. ആ പുറത്തുനിന്ന് വരുന്നതിൽ കാനഡയിൽ നിന്നൊക്കെ ഒരുപാട് റോ മെറ്റീരിയൽസ് ഇവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ വന്നു. നമുക്കിപ്പോൾ ഒരു ഫൈൻ പ്രിന്റ് ഇല്ല. അതായത് നമ്മുടെ മുന്നിൽ എന്താണ് ഇദ്ദേഹം വാക്കാൽ പറഞ്ഞതാണ് 25% ഇന്ന് 50% ആക്കും. അതിനകത്ത് എക്സംഷൻസും കാണും, ഇൻക്ലൂഷൻസും കാണും, ചില റോ മെറ്റീരിയൽ അവോയ്ഡ് ചെയ്ത് കാണിക്കും. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് നമ്മളൊരു ഫേസ് വാല്യൂവിൽ നോക്കുമ്പോൾ ഹിൻഡാൽകോന്റെ സബ്സിഡറി ആയ നോവേലിസ് ഉണ്ടല്ലോ, നോവേലിസ് കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ റോ മെറ്റീരിയൽസും കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നോവേലിസിന് ചിലപ്പോൾ ഒരു ഇമ്പാക്ട് വന്നേക്കാം. അത് ചിലപ്പോൾ ഹിൻഡാൽകോന് ഒരു അഡ്വേഴ്സ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാവുന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ സ്റ്റോക്ക് ന്യൂസിൽ നമ്മൾ ഇന്ന് റിസൾട്ട് പറയുന്നതിനേക്കാളും ഞാനൊരു ട്രെൻഡുകളാണ് ഈ മെറ്റൽ സ്റ്റോക്സിൽ പറഞ്ഞ്. ഓട്ടോമൊബൈൽ സെക്ടറിന്റെ ഒരു ചലഞ്ച് ഞാൻ പറഞ്ഞു, മറ്റേ ആ ഒരു റെയർ എർത്ത് മെറ്റീരിയലിന്റെ മാഗ്നറ്റ്സിന്റെ ഒരു ഇഷ്യൂ കാരണം. മൂന്നാമത് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ Q1, അതായത് Q1
അതായത് ഈ ടയർ കമ്പനീസിനെ സംബന്ധിച്ച് അവർക്ക് 2-3 കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയലാണ്. ഒന്നെന്ന് പറയുന്നത് അവരുടെ ഈ പറയുന്ന പോലെ ഓഫ് കോഴ്സ് ഈ ക്രൂഡ് ഓയിൽ പ്രൈസസ് അവർക്ക് ഒരു ഇൻപുട്ട് റോ മെറ്റീരിയൽ ആണെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സിന്തറ്റിക് റബ്ബർ, മൂന്നാമത്തെ നാച്ചുറൽ റബ്ബർ. ഈ 3 സാധനങ്ങളാണ് ഈ ടയർ കമ്പനിയുടെ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ്. 2025 ഫിനാൻഷ്യൽ ഇയർ, നമ്മളിപ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 26 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കയറി ഏപ്രിലോടുകൂടി അല്ലേ. 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഈ 3 കമ്പോണൻറ്റും പലപ്പോഴായിട്ട് കയറിയത് കാരണം ഈ ടയർ കമ്പനീസ് ഇടയ്ക്കിടയ്ക്കായിട്ട് മൾട്ടിപ്പിൾ എന്താ പറയുക പ്രോഡക്റ്റിന് പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ പ്രൈസ് അവർ പലപ്പോഴായിട്ട് കൂട്ടിയിട്ടുണ്ട്. കാര്യം റോ മെറ്റീരിയൽ പ്രൈസ് കൂടിയപ്പോൾ അവർക്ക് മാർജിൻ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള അവർ ടയറിന് പലപ്പോഴായിട്ട് അവർ വില കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ 2025 ഫിനാൻഷ്യൽ ഇയറിൽ. ഇപ്പം എന്ത് സംഭവിച്ചേക്കണമെന്ന് വെച്ചാൽ അവരെ 3 റോ മെറ്റീരിയലും, അതായത് ക്രൂഡ്, സിന്തറ്റിക് റബ്ബർ, നാച്ചുറൽ റബ്ബർ, ഈ 3ൻ്റെയും പ്രൈസ് ചെറുതായിട്ടൊന്നല്ല മീനിങ് ഫുള്ളായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ടയർ കമ്പനീസ് മിക്കവാറും ടോപ്പ് ടയർ കമ്പനീസ് ഒന്നും ഈ പറയുന്ന പോലെ പ്രൈസ് കുറയ്ക്കാൻ പോകുന്നില്ല. അതായത് അവർ കൂട്ടി വെച്ചിരിക്കുന്ന പ്രൈസ് അവർ കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പം മിക്കവാറും ഇവർക്കൊരു മാർജിൻ എക്സ്പാൻഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള. ഈ മാർജിൻ എക്സ്പാൻഷൻ നന്നായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ സെല്ലിംഗ് നടക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ കാർസും 2 വീലേഴ്സും വിൽക്കുകയാണെങ്കിൽ, അത് ഇലക്ട്രിക് വെഹിക്കിൾ ആയിക്കോട്ടെ IC എഞ്ചിനസ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു സെയിൽസ് തീർച്ചയായിട്ടും ഈ ടയർ കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും. ഞാൻ ഇന്നാൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മുടെ EV 6-9 എന്നൊക്കെ പറഞ്ഞു EV വെഹിക്കിൾസ് ഉണ്ടല്ലോ മഹീന്ദ്രയുടെ, അതൊരു ദിവസം നമ്മൾ ഫോറം മോളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായി. അപ്പം ഞാൻ അതിൽ കണ്ടത് ഗുഡിയർ ടയറാണ്. അപ്പോൾ ഞാൻ അവരുടെ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു, ഗുഡിയർ ടയർ, കാര്യം ഗുഡിയർ ലിസ്റ്റഡ് ആണല്ലോ, നമ്മുടെ തലയിൽ അങ്ങനെയാണല്ലോ പോകുന്നത്, നമുക്ക് സ്റ്റോക്ക് ഐഡിയാസ് എപ്പോഴും കിട്ടുന്ന റോഡിൽ നിന്നും നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഗുഡിയറിൻ്റെ ആണെന്ന് വെച്ചപ്പോൾ അവർ സാർ അങ്ങനെയല്ല, ഗുഡിയറിൻ്റെ വന്നു, അടുത്ത ബാച്ച് വരുന്ന കംപ്ലീറ്റ് സിയറ്റ് ആയിരിക്കും, എങ്കിലും കൂടുതൽ MRF-നായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പം മഹീന്ദ്ര ഇപ്രാവശ്യം ഏതാണ്ട് 24% ഗ്രോത്ത് ആണ് ഈ ഓട്ടോമൊബൈൽസിൽ കാണിച്ചത്. പിന്നെ TVS മോട്ടോഴ്സും നല്ല ഫിഗേഴ്സ് ആണ് ഓട്ടോമൊബൈൽ സെക്ടറിൽ കൊണ്ടുവന്നത്. നമുക്കറിയാം ഓട്ടോമൊബൈൽ സെയിൽസിന്റെ ഒരു ഫിഗേഴ്സ് നമുക്ക് വന്നപ്പോൾ. അപ്പം ഇനി കൂടുതലും MRF ടയേഴ്സ് ആണ് ഈ മഹീന്ദ്രയുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മഹീന്ദ്ര താറിൽ യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ടെയിൽ വിൻഡ് ഉള്ള സെക്ടറാണ്. നമ്മൾ ആലോചിക്കണം, റോ മെറ്റീരിയൽ പ്രൈസ് കുറഞ്ഞു, അതിനനുസരിച്ച് മാർജിൻ അവർ കൂട്ടിയിട്ടുണ്ട്, മാർജിൻ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അവർ എൻ പ്രോഡക്റ്റിന് പ്രൈസ് കുറയ്ക്കാൻ ചാൻസ് ഇല്ലെന്നല്ല. അപ്പോൾ ആ മാർജിൻ എക്സ്പാൻഷനും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഗ്രോത്തും കൂടെ വെച്ച് ടയർ കമ്പനീസായ MRF, സിയറ്റ്, അപ്പോളോ, JK ടയേഴ്സ്, ഇങ്ങനെ ഒരുപാട് ടയർ കമ്പനീസ് ഉണ്ടല്ലോ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഇതിനൊക്കെ ബെനിഫിഷ്യൽ ആയിട്ട് Q1 വന്നേക്കാം. ഏർലി ഡേയ്സ് നമ്മളിപ്പോൾ ഏപ്രിലും കഴിഞ്ഞു, മെയും കഴിഞ്ഞു, ജൂണിലും ഈ ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ മേ ബി ഈ ക്വാർട്ടറിൽ ടയർ കമ്പനീസിന് നല്ല റിസൾട്ട് ആയേക്കാം എന്ന് പറഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് കൂടി കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫ്വാനാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സഫ്വാൻ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ള 24,600 എന്നുള്ള ഒരു ലെവൽ കൈവിട്ടുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 24,567 എന്നുള്ളൊരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോൾ 0.5% കൂടുതലുള്ള ഒരു ഇടിവ് ആദ്യ മിനിറ്റുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് നിഫ്റ്റി 50ലും അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലുമുള്ള പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? യെസ് ജാസ്മിൻ, ലാസ്റ്റ് ഡേ നമ്മൾ ക്ലോസിംഗ് അപ്ഡേറ്റ്സിൽ സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു വോളിയം ബേസ്ഡ് സെല്ലിംഗ് ആണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേയുടെ ഹൈ ഇന്ന് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയ്സിൽ ബ്രേക്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചോളം ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ ഒരു ഹെൽത്തി കറക്ഷൻ പോസിബിലിറ്റി നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കാൻ ആണ്. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ്. സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി റാലി കണ്ടിന്യൂ ചെയ്യുക, അതായത് റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ടാർഗറ്റായി 25,800 എന്ന ലെവലും ഷോർട്ട് ടേം ടാർഗറ്റ് നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 3 days ആയിട്ട് 50 വീക്ക് ഹൈ റേഷ്യോ ഒക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് 29 മെയിലേക്കാട്ടിലും കൂടുതലാണ് 30 മെയിലിലെ 50 വീക്ക് ഹൈ റേഷ്യോ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗുഡ് എൻവയോൺമെന്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിലെ വോളിയം അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് 10 days ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു മൊമെന്റ് റാലി പോസിബിലിറ്റി ആണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു ക്വാളിറ്റി ബേസ് ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ക്യാൻഡിൽ പെക്കുലാറ്റി നോക്കുകയാണെങ്കിൽ മൊമെന്റം വിത്ത് സ്മോൾ ക്യാൻഡിൽസ് നമുക്ക് കാണാം. ലാസ്റ്റ് ഡേ ഹൈ ഒരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൊമെന്റ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് 96 ആണ്. ഇതൊരു ഗുഡ് നമ്പർ ആണ്. അതായത് MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഹെൽത്തി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്.
യെസ് സഫാൻ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇന്ന് ചോദിക്കാനുള്ളത് വോഡാഫോൺ ഐഡിയയാണ്. ഇന്നിപ്പോൾ ഒരു 0.5% കൂടുതൽ നേട്ടം നമുക്ക് വോഡാഫോണിൽ കാണുന്നുണ്ട്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് വരുന്ന സമയത്ത് നഷ്ടത്തിന്റെ തോത് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഇത്തവണ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു 20,000 crore കമ്പനിയുടെ ഒരു ഫണ്ട് റൈസിങ്ങിന് ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. എസ്പെഷ്യലി ബ്രോക്കറേജ് വ്യൂ ഒക്കെ തന്നെ ഈ ഒരു ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം വന്നിരിക്കുന്നു. 0.5% നേട്ടമാണ് വോഡാഫോൺ രേഖപ്പെടുത്തുന്നത്. വോഡാഫോണിന്റെ ഒരു ചാർട്ട് പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വോഡാഫോൺ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സ്റ്റേജ് 4, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ്. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ നമുക്ക് വോഡാഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈലി ബിയറിഷ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതായത് ലോങ് ടേം പെർസ്പെക്റ്റീവിലും ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിലും ഇതിന്റെ ട്രെൻഡ് ബിയറിഷ് ആണ്. ലാസ്റ്റ് ഒരു വോളിയം ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഷോർട്ട് ടേം റാലി ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൽ വോളിയം നമ്മൾ നോക്കുമ്പോൾ ഒരു കോഷ്യസ് വോളിയമാണ്, അതായത് സെല്ലിംഗ് വോളിയം അല്ലെങ്കിൽ വീക്കർ ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, മറ്റൊരു സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ്. ഇന്ന് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഓഹരികൾ 2% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോളോ ഹോസ്പിറ്റൽസ്. ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 59.3% ഒരു ഉയർച്ച കാഴ്ചവെച്ചിരിക്കുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും വർധനവുണ്ട്. അങ്ങനെ മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിന് അത്ര പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയും അപ്പോളോ ഹോസ്പിറ്റൽസ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ആണ് ഇന്ന് നമുക്ക് മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽസ് ഇനി നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? യെസ് ജാസ്മിൻ, ഇത് അപ്പോളോ ഹോസ്പിറ്റലിൽ ട്രേഡ് ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഔട്ട് ഏരിയ അരികെ ആയിട്ടാണ്. അത് 7,125 എന്ന റേഞ്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ നമുക്കൊരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബേസ് ഫോർമേഷനിൽ ഷെയ്ക്ക് ഔട്ട് ക്യാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നെക്സ്റ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. ഇതിൽ ആകെ ഒരു വീക്ക് സൈഡ് അറിയുന്നതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 61 ആണ്. എന്നിരുന്നാൽ പോലും ഇതിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് റാലി ഒരു പോസിബിലിറ്റി നമുക്ക് ടെക്നിക്കൽ ഇൻഡിക്കേഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് FSNE ഇ കൊമേഴ്സ് വെഞ്ചേഴ്സ്, അതായത് നൈക്കയുടെ ഓഹരികളാണ്. ഇന്നിപ്പോൾ 1.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ക്വാർട്ടർലി നമ്പേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ 20.3% ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ അറ്റാദായത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 7 കോടിയായിരുന്നു എന്നുള്ള അറ്റാദായം ഇത്തവണ 20.3 കോടി എന്നുള്ളൊരു നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. വരുമാനത്തിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 23% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൈക്കയുടെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ ഒരു മാർക്കറ്റ് ഫോൾ, എസ്പെഷ്യലി സെപ്റ്റംബറിന്റെ ആ ഒരു ഫോളിന് കറക്ഷന് ശേഷം ആ ഒരു കറക്ഷന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് നൈക്ക എന്ന് പറയുന്നത്. നൈക്കയെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? നൈക്കിന്റെ പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ ഇത് സ്ലോ ആൻഡ് ചോപ്പി മൂവറാണ്. ലാസ്റ്റ് ഡേ ബ്ലോക്ക് ഡീലിനെ തുടർന്ന് ഒരു സ്ട്രോങ് വോളിയം ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ കൺഫേം അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എന്നാലും വലിയൊരു റിട്ടേൺസ് ഒന്നും നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്നും ഷോർട്ട് പീരിയഡിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോക്കാണ്. ഇതിന്റെ ഒരു മൂവ്മെന്റ് അങ്ങനെയാണ്, സ്ലോ ആൻഡ് സ്റ്റഡി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് സപ്പോർട്ടായി 187 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ സ്റ്റോക്കിൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന ഓട്ടോ സെയിൽസ് നമ്പേഴ്സ് ആയിരുന്നു ഏറ്റവുമായിട്ട് ഓട്ടോ കമ്പനികളിൽ നിർണായകമാകുന്നത്. അത്തരത്തിൽ TVS മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1.83% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. കമ്പനി സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച നമ്പേഴ്സ് രേഖപ്പെടുത്താനായിട്ട് TVSന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? കാരണം 2 വീലർ സെഗ്മെന്റിലും 3 വീലർ സെഗ്മെന്റിലും EVയിലും ഒക്കെ തന്നെ ഒരു വളർച്ച രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചപ്പോഴും ഇന്ന് സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. TVSന്റെ മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? ജാസ്മിൻ, ഈ ഒരു സ്റ്റോക്കിന്റെ പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറയുന്നത് 2800 ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ന്യൂട്രലാണ്. ബട്ട് ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഒരു വോളിയം ലോ ആയിട്ടാണ് കാണാൻ, അതായത് വോളിയം ഡ്രൈ അപ്പ് ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഇമ്പോർട്ടന്റ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ബോട്ടം ലെവലിലൊക്കെ ബൈയിങ്, അതായത് റൗണ്ട് ബോട്ടം ഫോർമേഷൻ ആണ് ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സഫാൻ, നമ്മൾ അതോടൊപ്പം തന്നെ ഓട്ടോ സെഗ്മെന്റിൽ നിന്നും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്ക് പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് 3000 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു. 0.5% നേട്ടമുണ്ട്. മഹീന്ദ്ര റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 21% ഒരു സെയിലാണ്, SUV സെയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഭേദപ്പെട്ട നമ്പേഴ്സ് ഇത്തവണ കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മഹീന്ദ്രയിൽ ഇനി വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? ഈ ഒരു സ്റ്റോക്ക് സ്ട്രോങ് പ്രൈസ് കോൺട്രാക്ഷൻ ആണ് ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് സ്ട്രോങ് സപ്പോർട്ടായി 2800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി ലോ ആണ്, ഇതൊരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ്. എന്നിരുന്നാലും ലാസ്റ്റ് ഡേയുടെ വോളിയം ബേസ്ഡ് സെല്ലിംഗ് നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലോ ഇന്ന് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പോസിറ്റിവിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഇതിന് നെക്സ്റ്റ് റെസിസ്റ്റൻസ് പറയുന്നത് 3173 ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും നെക്സ്റ്റ് അപ്സ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സഫാൻ, അവസാനമായിട്ട് പുറവങ്കരയുടെ ഓഹരികളിലേക്ക് വരുന്ന സമയത്ത് ഇന്നൊരു വലിയ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 10% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. 239 രൂപയിൽ. കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് ലോസ് 88 കോടിയായിട്ട് ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റവന്യൂവിലും 41% ഒരു ഫോള് കാണാൻ സാധിച്ചിട്ടുണ്ട്. പുറവങ്കരയുടെ സ്റ്റോക്ക് പരിശോധിക്കുന്ന സമയത്ത് കൃത്യം 1 വർഷം മുൻപാണ് 569 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടില്ല. നിലവിലെ ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജാസ്മിൻ, ഇന്നത്തെ ഇടിവ് നല്ലൊരു വോളിയം ബേസ്ഡ് സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ ഡൗൺ വോളിയം ലാസ്റ്റ് 10 ഡേയ്സിൽ ഉണ്ടായിരുന്ന അപ്പ് വോളിയത്തേക്കാൾ കൂടുതലാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ഹാൻഡ് സെല്ലിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2073 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പോസിറ്റീവ് സൈഡ് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ സ്റ്റേജ് 4 അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത്തും ട്രെൻഡും എല്ലാം നമുക്ക് ബിയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് റിസ്കി കാറ്റഗറിയിൽ റിസ്കി കാൻഡിഡേറ്റായി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. സഫാനാണ് ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട മാർക്കറ്റിന്റെ ഔട്ട്ലുക്കും സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ വ്യൂവും തന്നിട്ടുണ്ടായിരുന്നത്. സുരജ് സാർ, നമുക്കേതായാലും ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെ ഒരു ടൈം ആയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന സ്റ്റോക്ക് എന്താണ്? ഞാൻ ആക്ച്വലി ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്സിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ ചില നല്ല കമ്പനികളെ ചില അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസിൽ അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് എൻവയോൺമെൻറ്റ് മോശമാണെങ്കിൽ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കും. വളരെ ക്വാളിറ്റി കമ്പനീസ് അങ്ങനെയുള്ള മോശം സമയത്ത് നമുക്ക് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു തീമിലാണ് ഞാൻ എന്നൊരു സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കിയത്. അതിൽ തന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മൾ ഈ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ സ്റ്റോക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ബോംബെ ഡൈയിങ്, യൂണിഫോംസിൻ്റെ കാര്യം, ഷൂസ്, ബാറ്റ അല്ലെങ്കിൽ സ്റ്റേഷനറി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. ഇത് അതേപോലെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. കാര്യം അവരാണ് ഇതിന്റെ മെയിൻ യൂസർ എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഇന്ന് അവർക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലോ, June 20. അപ്പോൾ ആ കുരുന്നുകൾക്ക് June 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ കുരുന്നുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. അത് വേറെ ഒന്നുമല്ല, അമ്യൂസ്മെന്റ് പാർക്കിലെ വലിയൊരു പ്ലെയറായ ഒരു ക്ലാസിക് കമ്പനിയായ കേരള കമ്പനിയായ വണ്ടർല റിസോർട്ട്സ്. അതാണ് നമ്മൾ ഇപ്രാവശ്യം സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റോക്ക്. വളരെ നിഷ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതിന് ലിസ്റ്റഡ് ഒരു കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ഇമാജിക്ക എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനി മാത്രമേ ലിസ്റ്റഡ് ആയിട്ടുള്ളൂ. ബട്ട് ഈവൻ ദെൻ വേറൊരു ലീഗ് തന്നെയാണ് വണ്ടർല ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത്. ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ പാർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര വലിയ പൈസ ആവശ്യമുണ്ട്, ഹൈ ക്യാപെക്സ്. ബട്ട് അവിടെ ഈ വണ്ടർല എന്ന് പറയുന്ന കമ്പനിക്ക് 5 പൈസ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ട് ഒരു ഡെപ്റ്റും അതിനില്ല എന്നുള്ള, അതിനെ ബോദർ ചെയ്യിക്കുന്ന ഡെപ്റ്റ് ഒന്നും അതിനില്ലാത്തത് കാരണം ഈ ഹൈ ക്യാപെക്സ് ഇൻഡസ്ട്രിയിൽ ഇതേപോലെ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കമ്പനീസ് മാത്രമേ അതിൽ കാണുള്ളൂ എന്നാണ്. അപ്പോൾ അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് എന്താ പറയുക, ഈ FY26 നമ്മൾ ഈ Q1 ഉണ്ടല്ലോ, അതായത് മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂണിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് റവന്യൂ കിട്ടുന്ന മാസം. നമുക്കറിയാമല്ലോ, അതായത് വെക്കേഷൻ, സമ്മർ ടൈം വെക്കേഷനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ ഈ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ ഒരു തീമിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന് ഉൾപ്പെടുത്താം. ഏറ്റവും കൂടുതൽ അവിടെ പോകണമെന്ന് ആഗ്രഹിച്ച് കരയുന്നത് കംപ്ലീറ്റ് ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളായതുകൊണ്ടാണ്. ആ കുട്ടികൾക്ക് വേണ്ടി ഈ സ്റ്റോക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ള. ഇതിൻ്റെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ്. അതിൻ്റെ കൂടെ അവർക്ക്
റിസോർട്ട്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അതുകൂടാതെ തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ റെസ്റ്റോറൻറ്റ് ബിസിനസ്, അതായത് ഫുഡ് ബിസിനസ്, അവർക്ക് ഭയങ്കര നോൺ ടിക്കറ്റിംഗ് റവന്യൂസ് ഭയങ്കര രീതിയിൽ കിട്ടുന്ന ഒരു വെർട്ടിക്കലാണ് അവർ. അതുകൂടാതെ പാർക്കിങ്ങിൻ്റെ ഫീ, അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ റവന്യൂസ് കിട്ടും. ബട്ട് മെയിൻലി അമ്യൂസ്മെൻറ്റ് പാർക്കാണ് അവർക്കുള്ളതെന്നുള്ളതാണ്. 4 മേജർ അമ്യൂസ്മെൻറ്റ് പാർക്കുകളാണ് അവർക്കുള്ളത്. ഒന്ന് കൊച്ചി, രണ്ടാമത് ബാംഗ്ലൂർ, മൂന്നാമത് ഹൈദരാബാദ്, പിന്നെയുള്ള ഒരു ചെറിയൊരു ഭുവനേശ്വർ ഒറീസയിലുള്ളതാണ് വേറൊരെണ്ണം എന്ന് പറയുന്നത്. അവർ ചെന്നൈയിൽ സ്ഥലം മേടിച്ച് ഏതാണ്ട് ഈ കൊല്ലം അവസാനിക്കുമ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോഴത്തേക്കും ചെന്നൈയിൽ ഒരു വലിയൊരു ഫെസിലിറ്റി അവർ തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ഭുവനേശ്വറും ചെന്നൈയും ഈ കൊല്ലം അവരുടെ റവന്യൂയിലേക്ക് ആഡ് ചെയ്ത് വരും. ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം മെയിൻലി കൊച്ചിൻ, ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ് ആണെന്നുള്ളതാണ്. അടുത്ത കാലത്ത് ഈ കമ്പനി ഉണ്ടല്ലോ, അതായത് 2024 ഡിസംബറിൽ അവർ കുറച്ച് ഫണ്ട് റേസ് ചെയ്തു. കുറച്ച് ഒരു 500 കോടി 540 കോടിയോളം അവർ ഫണ്ട് റേസ് ചെയ്തു ഒരു QIP കൂടെ. അപ്പോൾ ഏതാണ്ട് അത് ബാലൻസ് ഷീറ്റിൽ കിടക്കുകയാണ് ഇപ്പോഴും, മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഇനി വേണമെങ്കിലും വരും ഇയേഴ്സിൽ വേണമെങ്കിൽ 1 or 2 പുതിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഈ ചെന്നൈ അല്ലാതെ തന്നെ കൊണ്ടുവരാനുള്ള ക്യാഷ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത. കാര്യം ഇതിൻ്റെ ഗ്രോത്ത് അവർ എത്രത്തോളം പുതിയ പാർക്ക് സ്കെയിലപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എക്സിസ്റ്റിംഗ് അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഉണ്ടല്ലോ, നമ്മൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചിയിലൊക്കെ പറഞ്ഞു, അവിടെ തന്നെ അവർ പുതിയ റൈഡുകൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം വന്നു പോയവർക്ക് അടുത്ത കൊല്ലവും വരാനുള്ള ഒരു ഇൻസെൻറ്റീവാണ്. അതായത് വെറും ഒരു പ്രാവശ്യം പോയിട്ട് ഞങ്ങൾ വണ്ടർലായിൽ പോയി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ചോദിക്കുന്നത് ഇന്ന റൈഡ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പുതിയ സ്കൂൾ അധ്യയന വർഷം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനത് ഈ സമ്മറിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രോത്തും കൂടെ ഇതിനകത്ത് കിട്ടുന്നുണ്ടോ എന്ന് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ. ഇവർക്ക് ടിക്കറ്റിംഗ് റവന്യൂ കൂടാതെ നോൺ ടിക്കറ്റിംഗ് റവന്യൂ, ഞാൻ പറഞ്ഞു ഫുഡും പാർക്കിങ്ങും അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ ഇവർ ഭേദപ്പെട്ട രീതിയിൽ വരുന്നു. അത് നന്നായിട്ട് സ്കെയിലപ്പ് ചെയ്യണം. അത് നന്നായിട്ട് സ്കെയിലപ്പ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് സാധാരണ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരുന്നത്. ഇവരത് കൂടാതെ ഈവൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതായത് മ്യൂസിക് ഷോസും അതുമൊക്കെ കൂടെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇവരുടെ മാർജിൻസ് ഉണ്ടല്ലോ, അതായത് മാർജിൻസ് 2022 17%. ഈ 17%ത്തിൽ നിന്ന് അവർ ഈ 2025 പലപ്പോഴായിട്ട് അതൊരു 47-50% വരെ മാർജിൻ ഭയങ്കരമായിട്ട് ഉയർത്തി. ബട്ട് 2025 ആയപ്പോൾ അത് 47-50 എന്നുള്ള ലെവലുകളിൽ നിന്ന് ഏതാണ്ട് 32 കുറഞ്ഞു. അതായത് Q4 റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു ഇവർക്ക്. അതായത് മാർജിൻ ഏതാണ്ട് 32%ത്തിൽ നിന്ന് ഏതാണ്ട് 20% കുറഞ്ഞു. സെയിൽസ് ഒരു 3% കുറഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് ഒരു 51% കുറഞ്ഞു. അതായത് അവരുടെ മാർജിൻ ഭയങ്കരമായിട്ട് ഡിപ്പ് ചെയ്തത് ആ കമ്പനിക്ക് ഈ പറഞ്ഞ പോലെ റിസൾട്ട്സ് മോശമായിട്ട് കൊണ്ടുവന്നതാണ്. ഈ ഇബിറ്റ, അതായത് നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ വരുന്ന ടാക്സസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഉള്ള അവരൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ 2022 മുതൽ 25 വരെ 91% ഗ്രോത്ത് വന്ന ഒരു സംഭവമാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ 2023 213 കോടി ഉണ്ടായിരുന്നത് 24 ആയപ്പോൾ 230 കോടിയായി. എന്നാൽ 25 ആയപ്പോൾ 147 കോടിയായിട്ട് കുറഞ്ഞു. അതായത് 2022 23 ഇവർക്ക് 2022 ആയിരുന്നു കേട്ടോ, കോവിഡിന് ശേഷം ഒരു റിവഞ്ച് ടൂറിസം വന്ന പോലെ ഭയങ്കര ആ ഹയർ ബേസിൽ നിന്ന് താഴേക്ക് വന്നതാണ് ഈ സ്റ്റോക്കിന് നെഗറ്റീവായിട്ട് വന്നത്. അതുകൊണ്ട് ഏതാണ്ട് 52 വീക്ക് ലോ ഉണ്ട്, അവിടെയാണ് ഒന്ന് ട്രേഡ് ചെയ്യണത് എന്നുള്ളതാണ് അതിനകത്തുള്ള. അതായത് അവരുടെ നമ്പേഴ്സും ലോ ആണ്, സ്റ്റോക്ക് പ്രൈസും ലോ ആയിട്ട് കിടക്കുകയാണ്, ഡിപ്രസ്ഡ് ആയിട്ട് ടെമ്പററി കിടക്കുകയാണ്. കാര്യം ലാസ്റ്റ് 2 years അവർക്ക് നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ 2024 1094 കോടിയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 2024 1724 കോടിയായി. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ല 540 കോടിയുടെ ഒരു ഫണ്ട് റേസിംഗ് കൂടെ വന്നത് കാരണം ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ക്യാഷ്, അതാണ് അതിനകത്ത് രസമായിട്ടുള്ള കാര്യം. 2024 124 കോടിയായിരുന്നു. ഇപ്പോൾ ഈ 500 കോടിയും കൂടെ റേസ് ചെയ്ത് 540 കോടി. അതുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ ക്യാഷ് ബാലൻസ് ഏതാണ്ട് 420 കോടി ഇൻ ടോട്ടലായിട്ട് അവർക്ക് ക്യാഷ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇനഫ് മണി അവരുടെ കിറ്റിയിലുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സ്കെയിലപ്പ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പ്രൊമോട്ടർ അറിയാലോ, വി-ഗാർഡ് ചിറ്റിലപ്പള്ളി ഗ്രൂപ്പാണ്. കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളിയുടെ മകനായ അരുൺ ചിറ്റിലപ്പള്ളിയാണ് ഇത് മാനേജ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു രീതിയിലും നമുക്ക് സങ്കടപ്പെടാനില്ല എന്നുള്ളതാണ്. 4000 കോടി മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനി. അപ്പം നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട് 4000 കോടി എന്ന് വെച്ചാൽ എന്താ, ഈ പൈസ കൊണ്ടുവന്ന് ചിറ്റിലപ്പള്ളി ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അനുസരിച്ച് 4000 കോടിക്ക് നമുക്കിത് കിട്ടണം. ആ 4000 കോടി കിട്ടുമ്പോൾ അതിൽ 400 കോടിയും ക്യാഷാണ്. 10% ക്യാഷാണ് ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ഫുഡ് ഫോൾസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് ഫോൾ വീണിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലാണ്. രണ്ടാമത് ഹൈദരാബാദാണ്. അത് കഴിഞ്ഞാണ് കൊച്ചി എന്ന് പറയുന്നത്. ഭുവനേശ്വർ ആയി തന്നെ വരണം, ഒരു 6% ഒക്കെ ആയിട്ടുള്ളൂ
കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് ഫോൾസ് നന്നായിട്ട് കൂട്ടും. ഇപ്പോൾ ആവറേജ് റവന്യൂ പെർ യൂസർ നമ്മൾ ഈ ടെലികോം സ്റ്റോക്സിലെ ടെലികോം സ്റ്റോക്സ് നമ്മൾ വാല്യുവേഷൻ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് അത് വന്നു കയറുന്ന ഫുഡ് ഫോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എത്രത്തോളം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് 2023 ഏതാണ്ട് 1243 രൂപയാണ് കിട്ടിയിരുന്നത്. 2025 ആയപ്പോഴത്തേക്ക് 1449. അതായത് നോൺ ടിക്കറ്റിംഗ് റവന്യൂസ്, അതായത് ടിക്കറ്റിംഗ് റവന്യൂസിൽ അവർക്ക് ഭയങ്കരമായിട്ടൊന്നും ഇൻക്രീസ് അവർക്ക് കിട്ടുന്നില്ല. ടിക്കറ്റിങ്ങിൻ്റെ പ്രൈസ് ഒരു രീതി കൂടുതൽ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് അയാൾ ടിക്കറ്റ് എടുത്ത് കയറിയാൽ എന്തൊക്കെ ആൻസിലറി സർവീസസിൽ അവർക്ക് റവന്യൂ കൂട്ടാം എന്നുള്ളതാണ്. ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് അത് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് പറയാറുണ്ടല്ലോ. 2024 അവർക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 177 കോടിയായിരുന്നു. ബട്ട് 25 ആയപ്പോഴത്തേക്ക് 122 കോടിയായിട്ട് കുറഞ്ഞു. നെറ്റ് ക്യാഷ് 3.8 crore ആയിരുന്നു ക്യാഷ് ഫ്ലോ. അതിപ്പോൾ ചെറുതായിട്ടൊന്ന് -10 crore 1 crore വന്നിട്ടുണ്ടെന്നുള്ള. അവർക്ക് നോ റിസീവബിൾസ്, നോ വർക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂസ് ഒന്നുമില്ല. റിട്ടേൺ റേഷ്യോസ്, റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഒക്കെ ഏതാണ്ട് 15% ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഒരു ക്യാപിറ്റൽ ഹെവി ഇൻഡസ്ട്രി, അതായത് ഒരുപാട് പൈസ വേണം, ഒരുപാട് എക്സ്പാൻഷൻ പൈസ വേണം എന്നുള്ള ഇൻഡസ്ട്രിയിൽ 15 സ്റ്റഡി ആയിട്ട് അവർ കീപ്പ് ചെയ്യണമെങ്കിൽ അത് നല്ല മെട്രിക് ആയിട്ട് നമുക്ക് കാണാം. പ്രൊമോട്ടറിന് 62% ഷെയർസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഫണ്ട് റേസിംഗിൽ കസ്റ്റഡി ബാങ്ക് ഓഫ് ജപ്പാൻ ഏതാണ്ട് 2% സ്റ്റേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതിനകത്ത് ഈ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 2020 27,000 ഷെയർ ഹോൾഡേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ പബ്ലിക്. അതിപ്പോൾ 25 ആയപ്പോഴത്തേക്കും ഏതാണ്ട് 58,000 ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരുപാട് റെക്കമെൻഡേഷൻ, ഒരുപാട് എക്സ്പെക്ടേഷനിൽ ഈ പറയുന്ന പോലെ സാധാ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് കയറിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. 6 months ആയിട്ട് ഈ സ്റ്റോക്ക് 23% അണ്ടർ പെർഫോമിംഗ് ആണ്, നെഗറ്റീവ് പെർഫോമൻസ് ആണ്. ഒരു കൊല്ലത്തേക്ക് നോക്കുകയാണെങ്കിൽ 10% ഡൗൺ ആണ്. ബട്ട് ലാസ്റ്റ് 5 years 450% ഗ്രോത്ത് കോവിഡിന് ശേഷം സ്റ്റോക്ക് തന്നാണ്. ഇതിൻ്റെ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമാജിക്ക ട്രേഡ് ചെയ്യണത് ട്രെയിലിംഗ് 12 months ഇതുവരെ കൊണ്ടുവന്ന റിസൾട്ടിൻ്റെ PE വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ട്രേഡ് ചെയ്യണത് 47 PE-ലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസ്സർ PE-ലാണ് ഈ വണ്ടർല ട്രേഡ് ചെയ്യണത്. ഏതാണ്ട് 35 PE-ലാണ് അത് ട്രേഡ് ചെയ്യണമെന്നുള്ള. ഇപ്പോൾ റിലേറ്റീവ് ബേസിസിൽ ഈ പറയുന്ന പോലെ ചീപ്പാണ് ഈ വണ്ടർല. ബട്ട് ഈവൻ ദെൻ 35 PE കമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭേദപ്പെട്ട ഗ്രോത്ത് കൊണ്ടുവരാം. ഈ ഗ്രോത്ത് പോരാന്നുള്ളതാണ്. അവരൊരു ഗൈഡൻസ് കൺസർവേറ്റീവായിട്ട് 5 to 10% ഈ അരുൺ ചിറ്റിലപ്പള്ളി ഒരു മാനേജ്മെന്റ് ഗൈഡൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭുവനേശ്വർ സ്ട്രീമിലേക്ക് വരും, ചെന്നൈയും സ്ട്രീമിലേക്ക് വരും. ഇവർ മാനേജ്മെന്റ് ഗൈഡൻസ് എപ്പോഴും 5 to 10% വളരെ കൺസർവേറ്റീവായിട്ട് ഇവർ കൊടുക്കുന്നത്. ബട്ട് ഗ്രോത്ത് ഗൈഡ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ് നമ്മുടെ വണ്ടർല സ്റ്റോക്ക് ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് അതൊരു ചീപ്പല്ല, കമ്പാരിറ്റീവ് ടു ഇമാജിക്ക അത് ട്രേഡ് ചെയ്യുന്നത് ചീപ്പാണെങ്കിൽ പോലും ഈ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. നല്ല ഒരു സ്റ്റോക്കാണ്, നല്ലൊരു ബിസിനസ്സാണ്, ഫാബുലസ് പ്രൊമോട്ടറാണ്, നല്ല രീതിയിൽ അതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് അത് കാണപ്പെടുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ സ്പോട്ട്ലൈറ്റിലൂടെ ഇന്ന് സ്കൂൾ തുറക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് നമ്മളിത് ഗിഫ്റ്റ് ചെയ്യുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള സ്റ്റോക്കുകളൊന്നും അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് ഇനി അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും.